ബന്ധങ്ങളും വന്നേണ്. എന്നിട്ട് ഈ മനുഷ്യന്റെ പൊണ്ടാരോടങ്ങാൻ ഞാൻ പിറകേന്ന് വന്നല്ലേ, എനിക്ക് അബദ്ധമായി പോയി. ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്കേ. ആ വന്ന പെണ്ണുപിള്ള എനിക്കറിയത്തില്ല, ഞാൻ കണ്ടില്ല അവരാരത്. പിന്നെ അങ്ങനെ ആരെങ്കിലും കയറി വീട്ടിൽ വരും എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട്? നാടകമൊന്നും വേണ്ട, ഇറങ്ങി പോണേ. അങ്ങോട്ട് ഞാൻ പറയുന്നത് കേൾക്കടി, എനിക്ക് അങ്ങനെ ബന്ധമല്ലടി. എനിക്ക് കേക്കി വേണം, നിങ്ങളെ കാണി വേണ്ട. എന്താ ഈ കേക്കണത്? നമ്മൾ എന്റെ ലോകത്ത് ഇതൊക്കെ നമ്മൾ ഈ കഥേരെ കേട്ടുള്ളൂ. നീ കണ്ടോ പെണ്ണിനെ? ഞാൻ കടയിൽ പോയിട്ട് വരുന്ന വഴിയല്ലയോ, ആ പെണ്ണ് എന്റെ അടുത്ത് വന്ന് വഴി ചോദിച്ചത്. തമ്പിയുടെ വീട് കാണിച്ചു തരാൻ പറഞ്ഞു. നീ കൊണ്ടുവന്നു. പിന്നെ എന്റെ കൂടെ വന്നില്ലേ? പിന്നെ അവൾ അറിയണം ഇതിനു വേണ്ടിട്ടാണെന്ന്. എന്നിട്ട് അവിടെ ചെന്നപ്പോ ആകെ ഗുലുമാലായി. സുലിചേച്ചി ഭയങ്കര കരച്ചില്ല. പിന്നെ സുലിചേച്ചി കരയാതിരിക്കോ? വേറൊരു കെട്ടിയവനും ഭാര്യയും പിള്ളേരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ പിന്നെ സുലിചേച്ചിക്ക് വിഷമം ഉണ്ടാവത്തില്ലയോ? പിള്ളേരുണ്ടെന്നൊക്കെയാ പറയുന്നേ. അറിഞ്ഞല്ലോ, എല്ലാ കാര്യം അറിഞ്ഞല്ലോ. ഞാൻ പോവാണ്. എവിടെ പോണ സുലിചേച്ചി? എന്തിനാണ് ഈ നിസ്സാര കാര്യത്തിന്? നിസ്സാര കാര്യമാണോ തങ്കം? പിന്നെ നിസ്സാര കാര്യമല്ലേ? പിന്നെ ക്ലീറ്റു ചേട്ടനത്തിലേക്ക് ആരെങ്കിലും ഇതുവരെ ഭാര്യയും കൊച്ചുണ്ടെന്ന് പറഞ്ഞു വന്നു പറഞ്ഞാൽ നിങ്ങളത് കേൾക്കൂ? അല്ല സുലിചേച്ചി, അത് ആർക്കും സഹിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ കൊച്ചുണ്ടെന്നാണ് കൊച്ചുണ്ടോ? ആ ചിട്ടി പൈസ ഉണ്ടല്ലോ എനിക്കിനി തരണ്ട. നിങ്ങൾ ആ മറ്റേ കുടുംബശ്രീ തരാനില്ലേ, അതിലങ്ങ് വകവച്ച ഞാൻ വൈകിട്ട് പോകുന്ന തമ്പിയാണ്. എടി ഞാൻ നീ ഒന്ന് പറയുന്നത് നീ കേക്ക്. നീ വാ, വന്നേ വീട്ടിലോട്ട് വന്നേ. മനുഷ്യനെ തൊഴണ്ട. നിങ്ങൾ മറ്റേ അവളടുത്ത് പോയാ നിങ്ങൾ ഭാര്യയല്ലേ ഇച്ചിരി മുമ്പേ വന്നത്? എന്റെ പെങ്ങന്മാരെ എനിക്ക് അങ്ങൊരു ബന്ധമില്ല, എനിക്ക് ഒട്ടും അറിയത്തുമില്ല. ആരെങ്കിലും വീട്ടിലോട്ട് ഒന്ന് പറയൂ ഇത്ര ധൈര്യത്തില്? എന്റെ മക്കളാണ് ഞാൻ പറയുന്നത്. കണ്ട അത് തന്നെ അവരും പറഞ്ഞു. എടി എന്റെ മക്കളും ഭാര്യയല്ലേ നീയല്ലേ? എനിക്ക് എന്തുവാണ് വിശ്വസിപ്പിക്കും, എനിക്കൊന്നും ബന്ധമില്ല. ഞാൻ എന്തായാലും ചേച്ചിക്ക് എന്ത് കുറവുണ്ടായിട്ടാണ്? എങ്ങനെ നോക്കിയതോണ്ട് നീ വന്നേ വീട്ടിലോട്ട്. മനുഷ്യനാ വന്നിട്ട് എനിക്ക് റൊണാൾഡേ, നീയാണ് ഇതിന്റെ പിന്നില്ലേ? നീ പറഞ്ഞു വിട്ട പെണ്ണുള്ള വീട്ടിൽ വന്നു, ഇപ്പൊ കുടുംബം കലക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യല്ലടാ, വഴി വെച്ചൊന്ന് വഴക്കുണ്ടാക്കി നീ എന്നെ പകരം വീട്ടെന്ന് പറഞ്ഞില്ലടാ. ഞാൻ എന്തിനു അമ്മേന്റെ പണി തരണം? എന്തിനു പണി തരണമെന്നോ? എടാ റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കിയപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ പണി തരുമെന്നു. അതിന്റെ പണിയാ നീ എനിക്കിട്ട് തന്നത്, എനിക്ക് മനസ്സിലായി. അമ്മേനെ എന്ത് പറയുന്നേ? സുലിചേച്ചി, എന്താ സംഭവം നടന്നത് എനിക്കറിയത്തില്ല. പിന്നെ രാവിലെ ഇങ്ങനെയോട്ട് ഞാൻ കശപശ ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എനിക്ക് നിങ്ങളോട് വിരോധം ഉണ്ടായിരുന്നു. ഒന്നേ വൃത്തിയാടിയാ മേല് ചോദിക്കും, അല്ല വീട്ടിൽ ഒന്ന് ചീത്ത വിളിക്കും. ഊശി പരിപാടി ഞാൻ ചെയ്യത്തില്ല. പണ്ട് ഞാൻ നാടകത്തിൽ ഇതുപോലെ സീൻ എടുത്തിയായിരുന്നു, അതെനിക്ക് തിരിച്ചടിച്ച. നിങ്ങളുടെ നാടകം കണ്ടിട്ട് ആരെങ്കിലും ഈ പരിപാടി കാണിച്ചരാ? എന്റെ പൊന്നു റൊണാൾഡേ, സത്യം പറ, എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ ഇതിനകത്ത്? തങ്കം ചേട്ടൻ നീ കൂടെ ആലോചിക്കുക. എനിക്ക് പറ്റിയ തണ്ടിയാണോ അങ്ങേര്? രാവിലെ റോഡ് വെച്ച് സംസാരം ഉണ്ടായത് റെഡി അല്ല, ഞാൻ അതിന് പകരം വീട്ടാനും നിന്നില്ല. ഉണ്ടായിരുന്ന ഞാൻ വൃത്തിയായിട്ട് അവിടെ ഞാൻ മേലെ നോക്കിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ആവശ്യസിക്കല്ലേ? എനിക്ക് അതിൽ ഇവിടെ 10 പൈസ ചെലവിനില്ല. അന്നേരം ഇനി ആളെ ഒപ്പിച്ചു വിടാം. നമ്മളിനകത്തിനിപ്പോ എന്ത് ചെയ്യും? ചേച്ചി വല്ല കടുങ്ങുകയും ചെയ്യുമോന്ന് ആർക്കറിയാം.